ഞാൻ കുറച്ച് നാളായി പുഴയെന്ന് ഞണ്ട് പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലീവുള്ളതുകൊണ്ട് ഇച്ചിരി ഞണ്ട് ഞാൻ പിടിച്ചു. അപ്പോൾ അതിനെ നല്ല സൈസാക്കി എൻ്റെ വൈഫ് നല്ലൊരു കറി വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ അതിനെ ശരിപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാവേ. കാല് നോക്കണം. ആളൊരു ഭയങ്കരമാണ്. ഞാൻ പിടിച്ചിട്ട് ആടുന്നു. എന്നെ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് പുള്ളിക്കാരൻ. ഇതൊരു 1/2 kg ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു 3 ഞണ്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ കാട്ടി കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതിനെ ഓരോരുത്തരായിട്ട് ഇതിനെ തൂക്കിലേറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാലാണ്, നല്ല സൈസ് കാലാണ്. ഇനി ഇവനെ എവിടെയും പായില്ല. ഇവൻ്റെ ഏകദേശം പാതി ജീവനായി. അങ്ങനെ ഓരോരുത്തരെ പിടിച്ച് കശാപ്പാക്കട്ടെ. ഇനി ഇതിലും കുറച്ച് മണ്ണുള്ളൊരു സാധനമുണ്ട്. ഇവനാണ്. നോക്കണേ, അങ്ങോട്ട്. അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ടേ. ഇവിടെ എന്നാ കാര്യം ടോർച്ച്. ഒരാൾ ഇങ്ങോട്ടേക്ക് ഒളിച്ച് ഇരുന്നിട്ടുണ്ട്. ഒന്നിനെടുക്കുമ്പോൾ 3 ചാടിപ്പോയതാണ്. ഓക്കെ, അയ്യോ, അവനെ നമുക്ക് വഴി പിടിക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സൈസാക്കി പാത്രത്തിലോട്ട് ഇടാം. ഈ ഞണ്ടിൻ്റെ മെയിൻ കാല് നമ്മൾ പൊട്ടിച്ചെടുത്തു. പിന്നെ വരുന്ന ഒരു അപ്പുറം ഇപ്പുറമായിട്ട് 4 വെള്ളമാണ്. അതിൻ്റെ ചില കൂട്ടർ അതെടുക്കും, നല്ല ഇറച്ചി ഉണ്ടാവും. പക്ഷേ വലിയ കാലൊക്കെ കഴിച്ചു അതിൻ്റെ ഇറച്ചിയിൽ നിന്നുമ്പോൾ ഇത് എടുത്ത് കഴിക്കാൻ ഇച്ചിരി മടിയായിരിക്കും എല്ലാവർക്കും. പക്ഷെ എന്നാലും ഞാൻ വണ്ണോട് നോക്കിയിട്ട് ഞാൻ എടുക്കും. ഇങ്ങനെ ഓരോ ബോക്സ് ആയിട്ട് ഇടും. ലാസ്റ്റ് അതിനെ ക്ലീൻ ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു 3 കൂടി ഉണ്ട്. അപ്പം അതിൽ ഒരു ഇച്ചിരി വണ്ണൂടുന്നുണ്ട്. ഇതിൻ്റെ കാല് പൊട്ടിക്കാൻ ജീവനോടെ കുറച്ച് വിഷമാണ്. അവനെ നമുക്ക് ഇതിനകത്തേക്ക് തട്ട പുറത്തേക്ക്. ഇവനെ മലത്തിയിട്ട് വേണം കാല് കൊത്താൻ. ഇത് ഇവനെ കിട്ടൂല. ഓക്കെ ഗൈസ്, അവനും ഒരു പണിയാക്കിയിട്ടുണ്ട്. ശിവൻ്റെ മെയിൻ കാല് പോയാലും ഇതിൻ്റെ 2 വശത്തും കൂടി ഒരു മൂർച്ചേറിയൊരു മുനപോലത്തെ ഒരു കാലുണ്ട്. അതിനെ കൊണ്ട് അവൻ ഇങ്ങനെ കുത്തും. ഇറുക്കും കുത്തും. പല പല ഭാഷ. ഒരാൾ ഒളിച്ചിരുന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. കുറച്ച് ചാടിയിട്ടുണ്ട്. ഈ വലുതൊക്കെ ആള് തോന്നാണ്, ആള് നിന്നോളും. പക്ഷെ കടിച്ച പണി വേറെയാണ്. ഇവനങ്ങനെ പിടിച്ചാൽ കിട്ടൂല. അപ്പം എന്ത് ചെയ്യാം,
അവൻ്റെ കാര്യത്തിലും തീരുമാനമായി. എൻ്റെ രണ്ടുപേരും കൂടി ഉണ്ട്. ഓരോരുത്തരായിട്ട് വരും. അവന് ഒരു കാലേ ഉള്ളൂ. അവനെ പിടിക്കുന്ന സമയത്ത് ഒരു കാല് ഇളകിപ്പോയിനി. പക്ഷെ ഞാൻ ഇളക്കി കിട്ടിയിരുന്നു. അയ്യോ, ഓക്കെ, അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഒരാളുണ്ട്. ചെറുതാനും വളവ് കൂടുതലാണ്. പക്ഷെ എൻ്റെ അടുത്ത് നടക്കൂല. ഓക്കെ ഗൈസ്, എല്ലാം ശരിയായി. ഇനി അടുത്ത എന്നാ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിങ്ങനെ നമ്മളൊരു കുന്നെടുത്താം. അപ്പോൾ ഇതിൻ്റെ തോട് നമ്മൾ രണ്ട് കൈ കൊണ്ടും നല്ലോണം പ്രസ്സാക്കി അതിനെ ഇങ്ങനെ ഉടർത്തിയെടുക്കണം. എടുത്തതിന് ശേഷം ഒരുപാട് കച്ചറ പോവും. ഈ പൂവൊക്കെ എടുത്ത് കളയണം. ചില കൂട്ടർ ഇത് എടുത്ത് കഴിക്കാറുണ്ട്, യൂട്യൂബിലൊക്കെ കാണാം. ഇതിൻ്റെ നെയ്യൊക്കെ ഉണ്ടാവും. ആ നെയ്യ്, അതിൻ്റെ വേസ്റ്റ് എല്ലാം കളയുക. എടുക്കുക, ഇത് രണ്ട് കുഴപ്പമാക്കുക. ഇത് വയ്യ വൃത്തിയാക്കാം നമുക്ക്. ഓക്കെ, ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് ഭയങ്കര ഉറപ്പാണ്. കിട്ടുന്നുണ്ട് ചിലതൊക്കെ. എല്ലാത്തിനും നല്ല നെയ്യുണ്ട് കേട്ടോ. ഇനി ഈ കാലിൽ ഈ തെറ്റൊന്ന് ചെറുങ്ങനെ ഞാൻ കുത്തി കൊടുക്കാറുണ്ട്. കാരണം ചില ആൾക്കാർ ഇത് നേരെ പകുതിയാക്കും ഒരു കാല്. ഞാൻ പകുതിയാക്കാറില്ല. ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡ് ചെറുങ്ങനെ ഒന്ന് തറച്ചു കൊടുക്കും. കാരണം കറി വെക്കുമ്പോൾ ഇതിലൊക്കെ മസാല കയറും. ഇപ്പോൾ നമ്മളെ ഏകദേശം വൃത്തിയാക്കണം. ഇനി അതിൻ്റെ നല്ലൊരു കാല് ചെറുത് നോക്കിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകാം. നമ്മളൊരു കവറിങ് എടുത്തേ പ്രശ്നേ.
ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിനെ ക്ലീൻ ആക്കി എടുക്കാം. ഒരു കണ്ണത്തിൽ വെള്ളം നിറച്ചു. ഇതിൻ്റെ ഇറച്ചീൻ്റെ അകത്ത് ഈ ഒരു വേസ്റ്റ് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് നല്ലോണം ക്ലീൻ ആക്കി എടുക്കും. കയ്യിൽ ചെന്ന പൈപ്പിലോട്ട് തുറന്ന് നല്ലോണം ഇങ്ങനെ ആക്കി ഇതേമാതിരി കിട്ടും. ഈ പുഴനണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കടൽ നണ്ടിനെക്കാട്ടി നല്ല വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ള് ഷാപ്പിലെല്ലാം നല്ല ഞണ്ടിനെ കിട്ടുന്നില്ലേ, ഈറ്റങ്ങളെല്ലാം കള്ളു കുടിക്കാനല്ല പോകുന്നത്, ഇത് കഴിക്കാനായിട്ടാണ് പോകുന്നത്. അല്ല, കള്ള് ഷാപ്പിൽ നല്ല ഭക്ഷണം ഉണ്ടാവും. അയ്യോ, ജഗജില്ല കാലി. കഴുകിയെടുക്കാൻ ഒരുപാട് വെള്ളം വേണം കേട്ടോ. ഏകദേശം കൈ തീരാറായി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ആദ്യത്തെ മെയിൻ കച്ചറൊക്കെ ഏകദേശം കഴുകി കിട്ടി.
ഏകദേശം നമുക്ക് ഇതിൻ്റെ കാല് മാത്രം ഒന്ന് എടുത്ത് നമുക്കൊരു പാത്രത്തിലൊക്കെ ഇട്ട് നോക്കാം അതിൻ്റെ സൗന്ദര്യം. ഇതിൻ്റെ കാലിനാണ് ഇച്ചിരി സൗന്ദര്യം കൂടുതൽ, ഇതിൻ്റെ പുറം തോടും കണ്ട ഗൈസ്. നമ്മളെ കാൽ ഇത് ഓരോരുത്തർക്ക് കുട്ടിയെടുത്ത് ചിലപ്പോൾ അടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ടി വരും. പണ്ടത്തെ പോലെ പല്ലിനൊന്നും ഇപ്പോൾ ഒരു ശേഷിയില്ല. ഇതിപ്പോൾ പിടിച്ചത് ഞാൻ 2 kg ആണ്. ഇതിനെ സൈസാക്കി എല്ലാം എടുത്ത് കഴിഞ്ഞ് ഇതിനെ കുളിപ്പിച്ചെടുക്കുമ്പോൾ 1 kg ആയി. നമ്മളിതിനെ കഴുകിയെടുത്തു. അപ്പോൾ ഇതിനെ നല്ലൊരു കറി അങ്ങോട്ട് വെച്ചുണ്ടാക്കുകയാണ്. ഓക്കെ.